ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നുള്ളത് അരുണാചൽ പ്രദേശിലെ സീറോ ഫെസ്റ്റിവലിലേക്ക് എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ പോയി വരാം എന്നുള്ളതാണ്. കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീറോ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെ സീറോ വാലിയിൽ ഈ വരുന്ന സെപ്റ്റംബർ 25 മുതൽ 28 വരെയാണ് നടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിക് ഫെസ്റ്റിവലാണ് നടക്കാൻ പോകുന്നുള്ളത്. അരുണാചൽ പ്രദേശ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു 1 to 3 ഡേയ്സിൽ നമുക്ക് പെർമിറ്റ് ഇഷ്യൂ ആയി കിട്ടും. അപ്പൊ നമുക്ക് ഒരു ഫീസ് വരുന്നുള്ളത് 200 രൂപയാണ്. അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ പ്ലാനിലേക്ക് കിടക്കാം. നമുക്ക് ടോട്ടൽ ഒരു 10 ഡേയ്സിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പോയി വരാം. നമ്മൾ ആദ്യം കേരളത്തിൽ നിന്ന് ഗുവാഹത്തി വരെയാണ് ട്രെയിനിൽ പോകേണ്ടതുള്ളത്. നമുക്ക് ഡെയിലി ട്രെയിൻ വരുന്നുണ്ട്. സ്ലീപ്പർ ക്ലാസ്സിനാണെങ്കിൽ 1065 വരുന്നുണ്ട്, തേർഡ് എ സി ആണെങ്കിൽ 2710 വരുന്നുണ്ട്, സെക്കൻഡ് എ സി ആണെങ്കിൽ 4000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം, എറണാകുളം നോർത്ത് നിന്നാണ് ട്രെയിൻ വരുന്നുള്ളത്. രാത്രി 11:45 കയറിയാൽ 2 ദിവസവും 9 മണിക്കൂർ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം 9 മണിക്ക് രാവിലെ 9 മണിക്ക് ഗുവാഹത്തിയിലെത്തും. അങ്ങനെ നമുക്ക് ഗുവാഹത്തിയിൽ നിന്ന് നെഹർലഗനിലേക്കാണ് പിന്നെ പോകേണ്ടതുള്ളത്. അപ്പൊ അവിടത്തേക്ക് ഡെയിലി ട്രെയിൻ വരുന്നുള്ളത് രാത്രി 11:15 അപ്പൊ അതുവരെ ഒന്നെങ്കിൽ കംഫർട്ട് റൂമിലോ അല്ലെങ്കിൽ പുറത്തെ റൂമിലോ അല്ലെങ്കിൽ ഗുവാഹത്തി കറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ കറങ്ങാം. രാത്രി ആകുമ്പോഴേക്കും ഡെയിലി ട്രെയിനായ ഡോണി പോളോ എക്സ്പ്രസിൽ കയറാം. പിറ്റേ ദിവസം രാവിലെ 6:40 ആകുമ്പോഴേക്കും നമ്മൾ നെഹർലഗൻ എത്തും. അപ്പോൾ അവിടത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നുള്ളത് സ്ലീപ്പറിനാണെങ്കിൽ 225 വരുന്നുണ്ട്, തേർഡ് എ സി ആണെങ്കിൽ 600 സംതിങ് വരുന്നുണ്ട്, സെക്കൻഡ് എ സി ആണെങ്കിൽ 860 വരുന്നുണ്ട്, ഫസ്റ്റ് എ സി ആണെങ്കിൽ അതിനനുസരിച്ച് കൂടും. അങ്ങനെ 4ാം ദിവസം രാവിലെ നമ്മൾ നെഹർലഗൻ എത്തും. അവിടുന്ന് നമുക്ക് നേരെ പോകാനുള്ളത് സീറോ വാലിയിലേക്കാണ്. അപ്പോൾ നെഹർലഗന്ന് ഷെയർ ടാക്സി എടുക്കുക. 5 to 6 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും. അതിന് കോസ്റ്റ് വരുന്നുള്ളത് 300 to 500 ഇടയിലാണ്. നിങ്ങൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ ലോക്കൽ ബസ്സസ് അവൈലബിൾ ആണ്. അത് കംഫർട്ട് നല്ലപോലെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ 4ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും സീറോ വാലിയിൽ എടുക്കും. അവിടെ നമുക്ക് നമ്മൾ ഓൺ ടെന്റ് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് അവർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട് 500 അങ്ങനെ എന്തെങ്കിലും സംതിങ് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബേസ് വില്ലേജ് താഴെ വില്ലേജിൽ നമുക്ക് നല്ലപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 2 ദിവസം ഫെസ്റ്റിവൽ നല്ലപോലെ എൻജോയ് ചെയ്യുക. അവിടുത്തെ കൾച്ചറും ബാക്കി കാര്യങ്ങളും എല്ലാം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുക. ഫെസ്റ്റിവൽ നല്ലപോലെ എൻജോയ് ചെയ്യുക. അവിടെ തന്നെ ക്യാമ്പ് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ലോക്കൽ ഫുഡ്സും മ്യൂസിക്കും കൾച്ചറും എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നമ്മൾ 7ാമത്തെ ദിവസം രാവിലെ നെഹർലഗനിലേക്ക് ഷെയർ ടാക്സിയിലോ ബസ്സിലോ എങ്ങനെയെന്ന് നോക്കിയിട്ട് നെഹർലഗനിലേക്ക് പോവാം. വൈകിട്ടാകുമ്പോൾ അവിടെ എത്തും. 5 to 6 മണിക്കൂറാണ്. പിന്നെ നേരെ നമുക്ക് രാത്രി ഡെയിലി എക്സ്പ്രസ് ആയ ഡോണി പോളോ എക്സ്പ്രസ് നമ്മൾ വന്നത് എക്സ്പ്രസ് തിരിച്ചുകൊണ്ട് 8:20 വരുന്നുള്ളത് ഗുവാഹത്തിയിലേക്ക് 4 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പോൾ അതിന് സ്ലീപ്പർ വരുന്നുള്ളത് സെയിം തന്നെയാണ്. എല്ലാ ട്രെയിൻ ടിക്കറ്റ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നുള്ളത്. അങ്ങനെ 8ാം ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യും, ഗുവാഹത്തിയിലെത്തും. തിരിച്ച് നമുക്ക് വിവേക് എക്സ്പ്രസ് വരുന്നുള്ളത് രാവിലെ 7 മണിക്കാണ് കേരളത്തിലേക്ക്. അപ്പൊ അത് 4 മണിയാകുമ്പോൾ ഗുവാഹത്തി എത്തിയാൽ 3 മണിക്കൂറുള്ള ഗ്യാപ്പ് 7 മണിയാകുമ്പോഴേക്കും വിവേക് എക്സ്പ്രസ്സിൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ 2 ദിവസം എടുത്തുകൊണ്ട് 10ാമത്തെ ദിവസം നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിന് നമ്മൾ പാസ് എടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ പാസിന് വരുന്നുള്ളത് 4 day പാസ് ആണെങ്കിൽ 9,000 ആണ് വരുന്നുള്ളത്. അല്ലെ നമുക്ക് ഓരോ ദിവസത്തെ പാസ് പോലെ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഡേക്ക് നമുക്ക് കുറച്ച് കുറവാണ്, 3100 വരുന്നുള്ളത്. ബാക്കി എല്ലാ ഡേയ്സിലേക്കും 4000 ആണ് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്, എത്ര ഡേയ്സ് ആണ് പ്ലാൻ ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് ആ ഡേയ്സത്തെ പാസ് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ 3-4 ഡേയ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 9,000 4 day പാസ്സാണ്. അപ്പോൾ അതെല്ലാം മുമ്പേ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ നമ്മളെ ട്രിപ്പിന്റെ ടോട്ടൽ എക്സ്പെൻസ് പറയുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഗുവാഹത്തിയിലേക്ക് ജനറൽ ടിക്കറ്റ് വരുന്നുള്ളത് വെറും 660 രൂപയാണ്. അപ്പോൾ 2 സൈഡ് ആണെങ്കിൽ 1000 സംതിങ് വരും. അല്ലാണ്ട് ഗുവാഹത്തിയിൽ നിന്ന് നെഹർലഗനിലേക്ക് 125 രൂപയാണ്. അതും ജനറൽ ക്ലാസ് ആണ്. പിന്നെ നെഹർലഗൻ സീറോയിലേക്ക് 400 to 500 ആ റേഞ്ചിലാണ് വരുന്നുള്ളത്. അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്തനുസരിച്ചുണ്ടാവും. പിന്നെ സ്റ്റേക്ക് നമുക്ക് ടെന്റ് അടിക്കുകയാണെങ്കിൽ 500 രൂപ ആ റേഞ്ചിലാണ് വരുന്നുള്ളത്. അതും നിങ്ങൾ ബാർഗെയിനിങ് സ്കിൽ പോലെ ഉണ്ടാവും. അതുപോലെ പെർമിറ്റിന് 200 രൂപ വരുന്നുണ്ട്. അതല്ലാതെ പാസിന് നമ്മൾ
എൻട്രി പാസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു ദിവസം മാത്രമാണെങ്കിൽ 3100 അല്ലെങ്കിൽ 4000 വരും. നിങ്ങൾ എത്ര ഡേയ്സ് ആണ് പ്ലാൻ ചെയ്യുന്നുള്ളത് ആ ഒരു ഡേയ്സിനനുസരിച്ചിട്ട് പ്രൈസ് കൂടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ലോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.